എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വണ്ടിയുടെ മുകളിൽ എഴുതി വെക്കാനുള്ളതല്ല, ഓടിക്കുന്ന വാഹനത്തിന്റെ മുകളിൽ മാഷാ അല്ലാഹ് എഴുതി വെക്കുന്നവരുണ്ട്. വീടിന്റെ കവാടങ്ങളിലും വീടിനകത്തും മാഷാ അല്ലാഹ് എഴുതി വെക്കുന്നവരുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇത് പറയാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടമെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു മനോഹരമായ ചരിത്രം അവിടെന്ന് പറഞ്ഞു തരികയാ. രണ്ട് കൂട്ടുകാരുടെ ചരിത്രം അല്ലാഹു പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളുണ്ടല്ലോ. സൂറത്തുൽ ബഖറ മുതൽ മിനദാ സൂറത്തുൻ നാസ് വരെയുള്ള 114 അധ്യായങ്ങളുണ്ടല്ലോ. ആ പരിശുദ്ധമായ ഖുർആനിലെ ഓരോ അധ്യായങ്ങൾ എടുത്തു നോക്കുമ്പോഴും മനസ്സിന് വല്ലാത്ത കുളിർമയുള്ളതാണ്.